ഹായ് ഗൈസ്, വടക്കൻ ബസ് കയറിയിട്ട് വടക്കനൊരു വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് നേരെ വടക്കുന്ന് വിടുവാണ് നമ്മൾ കൊച്ചിയിലേക്ക്. മഴയോട് മഴ. 3G എടുത്ത ടിക്കറ്റ് മാറി. ടിക്കറ്റ് എടുത്തിന്. ആരാ ടിക്കറ്റ് എടുത്തത്? ഡേറ്റ് മാറിപ്പോയി. ട്രെയിൻ മാറിപ്പോയി. എല്ലാം മാറിപ്പോയി. അങ്ങനെ സ്ലീപ്പർ ടിക്കറ്റ് പോരാഞ്ഞിട്ട് ജനറൽ ടിക്കറ്റും എടുത്തിട്ട് നമ്മൾ പോവുക നേരെ കൊച്ചിയിലേക്ക്. എന്തിന് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ലേസ് അല്ല കേട്ടാ, നല്ല ചപ്പാത്തി ചിക്കൻ കറി. സ്ലീപ്പറിലല്ലേ വരുന്നത് വിചാരിച്ചിട്ട് പാഴ്സൽ വാങ്ങി വന്നതാണ്, പക്ഷെ എല്ലാം തകർന്നു പോയി ഗൈസ്. അങ്ങനെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്ഥലം എത്തി. പിന്നെ നോക്കിയിട്ട് ചാടി ഇറങ്ങി. അങ്ങനെ നേരെ ഒരു ഊബറും പിടിച്ചിട്ട് ചേച്ചിയുടെ അടുത്തേക്ക്. ആടെ നമ്മൾ അനിയൻ കാത്തു നിൽക്കുന്നുണ്ട്. നാളത്തെ യാത്ര മൊത്തം അവൻ്റെ ചിലവാണ്. ഊബർ അടിപൊളി കേട്ടാ, ഓട്ടോയ്ക്ക് കൊടുക്കുന്ന ഒരു പൈസ പോലും ആയിട്ടില്ല. നല്ല ഷാറുഖ് ഖാന്റെ പാട്ട്. ഇവനാണ് നമ്മ പറഞ്ഞ ലെവൻ. അങ്ങനെ ചേച്ചിയും പിള്ളേരും ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ശല്യപ്പെടുത്താതെ രാവിലെ എണീച്ച് എല്ലാത്തിനും കുത്തിപ്പൊക്കി. ചേച്ചിയാണെങ്കിൽ നമ്മ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ചായക്ക് കടിയെല്ലാക്കിയിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ചേച്ചി പോയ പുറകെ തന്നെ നമ്മളും തൊടുപുഴക്ക് പോകാൻ വേണ്ടി ഇറങ്ങലായി. അവിടെയാണ് നമ്മൾ കണ്ട വണ്ടി ഇരിക്കുന്നത്. അപ്പം നേരെ ഇതാ അനിയന്റെ വണ്ടി എടുത്തിട്ട് നേരെ വിടലായി തൊടുപുഴയിലേക്ക്. അങ്ങനെ ഓൾമോസ്റ്റ് 11 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങലായി. കൊച്ചി ടു തൊടുപുഴ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളെയും കാത്ത് രണ്ടാളിരിക്കുന്നുണ്ട്, അനിയത്തിയും അളിയനും. അപ്പൊ പോകുന്ന വഴിക്ക് അവരെയും കണ്ട് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടി കാണാനായിട്ട് പോവുക. വണ്ടി എന്ന് ഒരുപാട് തവണ പറഞ്ഞല്ലാണ്ട് ഏത് വണ്ടിയാണെന്ന് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ ശരിയാക്കി തരാട്ടാ. എന്തോരം നക്ഷത്രങ്ങളെ എനിക്ക് ഞാനിപ്പോ ഏത് ഗ്രഹത്തിലാ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്റെ ഒരു കൈ എവിടെയാണ്? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പഴയ പറഞ്ഞിപ്പ കേറല്ലേ. അപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പുള്ളിക്കാരനോട് സംസാരിച്ചു. താക്കോൽ ഇങ്ങോട്ട് വാങ്ങി നേരെ നമ്മുടെ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് ടാറ്റയും കൊടുത്ത് നമ്മള് വിട്ടു. അങ്ങനെ തിരിച്ച് ചേച്ചിയുടെ അടുത്ത് എത്തി. അപ്പൊ ഇന്നത്തെ പരിപാടി